ഹലോ അസ്സലാമു അലൈക്കും. ദിസ് ഈസ് അംഗ്രി സിസ്റ്റേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ അരി റൊട്ടിയും ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തലശ്ശേരിയിൽ ഒട്ടുമിക്ക പ്യാപ്പിളാർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഈ അരി റൊട്ടി എന്ന് പറയുന്ന സംഭവം. നല്ല അടിപൊളി അരി റൊട്ടി കഴിക്കാതെ പ്യാപ്പിളാർ എന്തായാലും തലശ്ശേരിയിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ പ്യാപ്പിളാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സംഭവം കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്നില്ല, ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് പ്യാപ്പിളാറിൽ. അധിക പ്യാപ്പിളാർക്കും ഇഷ്ടമാകുന്നൊരു സംഭവം തന്നെയാണ് ഈ അരി റൊട്ടി. അപ്പോൾ ഈ അരി റൊട്ടിക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. ഇതിൻ്റെ കൂടെ ഏത് കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ അരി റൊട്ടിക്ക് ടയർ റൊട്ടി എന്നും മറ്റ് സ്ഥലത്ത് പറയുന്നുണ്ട്. നമ്മളിവിടെയൊക്കെ അരി റൊട്ടി തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അധിക വീടുകളിലും നോമ്പിൻ്റെ സമയത്തൊക്കെ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. മുത്തായത്തിനൊക്കെ അരി റൊട്ടി ഉണ്ടാക്കുന്ന ഒരുപാട് വീടുകളുണ്ട് നോമ്പിൻ്റെ സമയത്തൊക്കെ. അതുപോലെ തന്നെ അത്തായത്തിനൊക്കെ ഉറക്കത്തിൽ എണീച്ചിട്ട് നമ്മുടെ അരി റൊട്ടി കറിയിലിട്ട് പതിപ്പിച്ചിട്ട് കഴിക്കുന്നത് സെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കൂടുതൽ വെറുപ്പിക്കൽസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നല്ല തിളക്കുന്ന വെള്ളത്തിലിട്ടതിന് ശേഷം 4 മണിക്കൂർ നല്ലപോലെ കുതിർന്നിട്ടുള്ള പുഴുങ്ങലരിയാണിത്. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അധികം ലൂസായി പോകാൻ പാടില്ല. നമ്മുടെ മിക്സിയിൽ നമുക്ക് അരക്കാൻ പറ്റുന്ന പരുവത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് നമ്മുടെ മാവ് കംപ്ലീറ്റ് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മളിത് അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് പാക്കറ്റ് മേടിക്കാൻ കിട്ടുന്ന അരിപ്പൊടി യൂസ് ചെയ്യാം, പിന്നെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള അരിപ്പൊടി യൂസ് ചെയ്യാം. ഞാൻ നല്ല റേഷൻ അരി ഉണക്കി പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മുടെ അരി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മുടെ കല്ലിവിടെ ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ കുഴച്ച് വെച്ച അരിയിൽ നിന്നും കുറച്ച് എടുത്ത് ഒരു ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മുടെ കൈൻ്റെ ഉൾഭാഗം വെച്ചിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അങ്ങനെ പരത്തുന്ന സമയത്ത് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എൻ്റെത് ഏകദേശം ശരിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ഏകദേശം റൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കാം. ഇതൊന്ന് ചുട്ടെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കേ തീരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരേ സമയം ഈ ഒരു ഓർഡറിൽ 3 ചുട്ടെടുക്കാം. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഓർഡറിലാണെങ്കിൽ ഒരേ സമയം 9, 10 ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പണി തീരും. ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതെടുത്ത് വെക്കാം. തലശ്ശേരിയിലെ ഒട്ടുമിക്ക പ്യാപ്പിളാറും കഴിച്ചിട്ടുണ്ടാകുന്ന ഒരു ഡിഷ് തന്നെയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി റൊട്ടി കഴിക്കാത്ത പ്യാപ്പിളാർ കുറവായിരിക്കും. പിന്നെ നോമ്പിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ അധിക വീടുകളിലും ഈ അരി റൊട്ടി അധികം മുത്തായത്തിന് എന്തായാലും അരി റൊട്ടി ഉണ്ടാകുന്ന വീടുകളുണ്ട്. ഇപ്പോൾ മുത്തായത്തിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് അത്തായത്തിനും എടുക്കുന്ന വീടുകളുമുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് അത്തായത്തിന് കറിയൊക്കെ വെച്ച് പതിപ്പിച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ഫീലാണ്. കാരണം ആ ഉറക്കത്ത് ഉമ്മ വിളിച്ച് എണീപ്പിക്കലും ആ സമയത്ത് നല്ല ചൂടുള്ള അരി റൊട്ടി കറിയിലിട്ട് പതിപ്പിച്ചിട്ട് കഴിക്കലും കൂടെ ഒരു മയം കൂടി ഉണ്ടെങ്കിൽ ആ മോനെ സെറ്റായിരിക്കും. അപ്പം നമ്മുടെ അരി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തലശ്ശേരിയിലെ പ്യാപ്പിളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അരി റൊട്ടി കഥ എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും. തലശ്ശേരിയിൽ മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അരി റൊട്ടി ഉള്ളതാണ്. അരി റൊട്ടി, അതുപോലെ തന്നെ ടയർ റൊട്ടി, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹാർഡായിട്ടൊക്കെ അരി റൊട്ടി ചുട്ടെടുക്കും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് തിന്നായിട്ട് പരത്തിക്കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ളൊരു സംഭവമായിരിക്കും കുറച്ച് നേരിയ രീതിയിൽ പരത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് RKG കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റിച്ച് ആവും. നല്ലൊരു സ്മെല്ലൊക്കെ വരും.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരി റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കറി വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ, അങ്ങനെ ബീഫ് അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും. അപ്പോൾ ഞാനിന്നിവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുക്കർ വെച്ചതിന് ശേഷം നെയ്യ് ഒഴിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൽ നെയ്യ് ഒഴിക്കരുത്, പിന്നെ അച്ചപ്പാടും ഗുലുമാലൊക്കെ ആയിരിക്കും. അതിനുശേഷം കുക്കറിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളി, 2 തക്കാളിയും 4 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടാവും, കറിക്ക് നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂണ് മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മട്ടൺ സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, ബീഫ് ഒക്കെ ഇതിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 2-3 വിസിലിട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിന് പകരം ബീഫ് സ്റ്റൂ ആയാലും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ ആയാലും കാഷ്യൂ ചിക്കൻ ആയാലും എല്ലാം നമ്മുടെ അരി റൊട്ടിക്ക് നല്ല അടാറ് കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സംഭവം സെറ്റായി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരി റൊട്ടിയും അല്ലെങ്കിൽ ടെറോ റൊട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ടെറോ റൊട്ടി എന്ന് പറയുന്നത് നല്ല ഹാർഡ്, നല്ല തടിയൊക്കെ ഉള്ള അരി റൊട്ടി ആയിരിക്കും. ഞാനിവിടെ കുറച്ച് തിന്നായിട്ടൊക്കെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അരി റൊട്ടിയും കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. തലശ്ശേരി പിയാപ്ല സ്പെഷ്യൽ അരി റൊട്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വരും. അവരെ ടേക്ക് കെയർ. ബൈ ബൈ.